പ്രിയ സുഹൃത്തുക്കളെ, ദൈവം നമുക്ക് എന്തിനാണ് പണം തന്നിരിക്കുന്നതെന്ന് നമുക്ക് പലർക്കും അറിയത്തില്ല. കാര്യം പലരും ചെയ്യാറുള്ള പ്രവണതയാണ് കിട്ടുന്നതെല്ലാം കൂട്ടിവെച്ച് ഇങ്ങനെ ഇരിക്കും. ബാങ്കിലിട്ട് ആ പാസ്ബുക്കും കണ്ട് ഇങ്ങനെ സന്തോഷിക്കും. അത് ഒരിക്കലും പാടില്ല. ദൈവം നമുക്ക് പണം തന്നിരിക്കുന്നത് തീർച്ചയായും നമുക്കുള്ള ആവശ്യങ്ങൾ നിറവേറ്റാനാണ്. കാര്യം നമുക്ക് നല്ല ആഹാരങ്ങൾ കഴിക്കണം, നമുക്ക് നല്ല വസ്ത്രങ്ങൾ ഇടണം, നമുക്ക് മേക്കപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യണം. നമുക്ക് ഉള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം. കാര്യം നമുക്കൊരു 1000 രൂപയുടെ വരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു 750 രൂപ നമുക്കും നമ്മളെ കുടുംബത്തിനും വേണ്ടി നമ്മൾ ചെലവാക്കണം. ഒരു 250 രൂപ നമ്മൾ സേവ് ചെയ്യണം. അല്ലാതെ നിങ്ങൾ കിട്ടുന്നത് 750 രൂപ സേവ് ചെയ്തിട്ട് 250 രൂപ മുണ്ടും മുറുക്കി കൊടുത്ത് നിങ്ങൾ ചെലവാക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കണ്ണീരേ ഉണ്ടാകത്തുള്ളൂ ലാസ്റ്റ്. നിങ്ങൾ അടുത്ത തലമുറയെ നിങ്ങൾ വഷളാക്കുന്ന ഒരു രീതിയാണ് അത്. കാര്യം അടുത്ത തലമുറ അത് നല്ല രീതിയിൽ ജോലിയായിട്ട് അവരടിച്ചു പൊളിക്കുന്ന സമയത്ത് നിങ്ങൾ വയസ്സാവുന്ന സമയത്ത് നിങ്ങൾ ഇത് കണ്ട് കണ്ണുനീര് വരത്തേ ഉള്ളൂ നിങ്ങളെ കണ്ണിൽ കൂടെ. കാര്യം നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾ ഉണ്ടാക്കി വെച്ചതെല്ലാം അവർ നല്ല രീതിയിൽ അവിടെ പ്രശ്നങ്ങൾ ആരംഭിക്കും. അങ്ങനൊന്നും ഉണ്ടാവാതിരിക്കണം. ഒരു കുടുംബത്തിൽ നല്ല കാര്യങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ അങ്ങനൊന്നും ഉണ്ടാവാതെ ഇരിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എതിരഭിപ്രായം പലർക്കും കാണും. പക്ഷെ നമ്മൾ അങ്ങനെ ഉണ്ടാവരുത്. കാര്യം നമ്മൾ മുണ്ട് മുറുക്കി കൊടുത്ത് നല്ല ഭക്ഷണവും കഴിക്കാതെ നമ്മൾ കീറിപ്പറിഞ്ഞ ആ വസ്ത്രവും ധരിച്ച് നമ്മൾ നടന്നു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് അത് നല്ലതല്ല. നമുക്ക് അധ്വാനിച്ച് നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്നും ഒരു 750 രൂപ നമ്മൾ നമുക്കുള്ള ആവശ്യത്തിനും നമ്മളെ കുടുംബത്തിന്റെ ആവശ്യത്തിനും വേണ്ടി ചെലവാക്കിയിട്ട് 250 രൂപ മാത്രമേ നിങ്ങൾ സേവ് ചെയ്യാവൂ. ബാക്കിയുള്ള പൈസകൾ നിങ്ങൾക്കുള്ള ആവശ്യത്തിന് വേണ്ടി മാത്രം ചെലവാക്കി ഇത് ചെയ്യുക. അല്ലാതെ ചിലരുണ്ട്, നമുക്ക് ഇഷ്ടം പോലെ, അതായത് പൈസകളുണ്ട്, ഇഷ്ടം പോലെ വസ്ത്രങ്ങളുണ്ട്, ഇതെല്ലാം കൂട്ടി വെച്ചിട്ട് അത് പിന്നീട് കൊടുക്കാം, പിന്നീട് അണിയാം എന്നും പറഞ്ഞ് മാറ്റി വെച്ചേക്കുന്നവരുണ്ട്. ഇത് അപ്പോഴും നിങ്ങൾക്കുള്ള ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് എപ്പോഴാണോ തോന്നുന്നത് ആ സമയത്ത് നിങ്ങൾ ചെയ്യുക. അല്ലാതെ നിങ്ങൾ പിന്നീട് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ജീവനാണ്, നമുക്ക് എപ്പോഴാണ് അത് പോകുന്നതെന്ന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ആ വരുന്ന സമയത്ത് നിങ്ങൾ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാൻ നിങ്ങൾ നോക്കുക. അല്ലാതെ പിന്നത്തേക്കെന്നും പറഞ്ഞ് നിങ്ങൾ ഒരു കാരണവശാലും വെച്ചേക്കരുത്. വെച്ചിരുന്നാൽ നമുക്ക് ദോഷം ചെയ്യും. നമ്മൾ ഈ കൂട്ടി വെച്ചിരിക്കുന്ന പൈസയെല്ലാം അടുത്തൊരു തലമുറ, അതായത് നമ്മളെ മക്കളുമാര് നല്ല രീതിയിൽ അവർ ജീവിക്കുകയും നല്ല രീതിയിൽ അവർ ഉള്ള ഭാര്യമാരും അവരും നല്ല രീതിയിൽ ചെലവാക്കുകയും നല്ല വസ്ത്രങ്ങൾ ധരിക്കുകയും നല്ല ആഹാരങ്ങൾ കഴിക്കുകയും ചെയ്യുന്ന സമയത്ത് നമ്മളെ കണ്ണിൽ കൂടെ വെള്ളം ചാടും. കാര്യം നമ്മൾ കൂട്ടിവെച്ച പൈസകളാണല്ലോ ഇതെന്ന് നമുക്കൊരു തോന്നലുണ്ടാവും. അവിടെ വീട്ടിലെ പ്രശ്നങ്ങൾ ആരംഭിക്കും. അതുകൊണ്ട് നമ്മൾ ഒരു കാരണവശാലും അങ്ങനെ ഉണ്ടാവരുത്. കുടുംബം നല്ല രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ കാര്യങ്ങൾ നീക്കിക്കൊണ്ട് പോയെങ്കിൽ മാത്രമേ അവിടെ ഐക്യം ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ്. നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള രീതിയിൽ മുന്നോട്ട് പോവുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. ബൈ.